നമ്മുടെ ദൈവം മാറാത്തവൻ. അതുകൊണ്ടാണ് പ്രിയരെ നാം തകർന്നു പോകാതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം മാറാത്തവൻ, അതുകൊണ്ട് നാം തകർന്നു പോകുന്നില്ല. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമാണ് ഈ പകലും നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗം ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെയും ഞങ്ങൾ ദിവസവും ഒത്തിരി പേർ ഞങ്ങളെ വിളിക്കുകയും അറിയിക്കുകയും ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പ്രഭാതത്തിലും നിങ്ങളോട് ദൈവാത്മാവ് പ്രാർത്ഥിക്കട്ടെ എന്ന്, നിങ്ങളോട് കൃത്യമായി ദൈവാത്മാവ് ഇടപെടട്ടെ എന്ന് ആഴമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഞാൻ ചെയ്യുകയാണ്. ഈ പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. മലാക്കിയുടെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ഈ പ്രഭാതത്തിലും നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട ഒരു പകലാണ്. നമുക്ക് നമ്മുടെ ഇന്നലകളുടെ ജീവിതത്തെ അന്നെടുത്ത് പരിശോധിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് കൃത്യമായി അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ ദൈവം മാറാത്തവനാണ്. ഒന്ന് ചിന്തിച്ചേ, ഈ പ്രഭാതത്തിനകത്ത് 100 കണക്കിന് വിഷയം നിൻ്റെ മുൻപിൽ കണ്ടേക്കാം. ഒത്തിരി ഭാരങ്ങളും ഒത്തിരി ആകുലതകളും ഒത്തിരി സങ്കടങ്ങളും ഒക്കെയും നിന്നെ ഭരിക്കുന്നുണ്ടായിരിക്കാം, നിന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഈ പ്രഭാതത്തിൽ ഇറനണിഞ്ഞ കണ്ണുമായിട്ടായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. ഏതോ ഒരു രാജ്യത്തിനകത്ത് ഒറ്റപ്പെട്ടിരുന്നായിരിക്കാം ഈ ദൂത് കേൾക്കുന്നത്. പക്ഷെ ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം പ്രിയരെ, ഇന്നലകളുടെ ജീവിതത്തിനകത്ത് ദൈവം നമ്മോട് വിശ്വസ്തനല്ലായിരുന്നു. എന്തിനേറെ ഈ പകൽക്കാലം നാം ജീവനോട് ഇരിക്കുന്നത് തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടല്ലേ. എത്രയോ രാത്രികളിൽ നാം പ്രാർത്ഥിച്ചു, ഈ പ്രാണനെ ഒന്ന് എടുത്താൽ മതിയായിരുന്നു, നാളത്തെ പകൽക്കാലം എനിക്ക് കാണണ്ട, ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ വേദന കാണാൻ വയ്യ, എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ച കാണാൻ വയ്യ. ഇതൊക്കെ ഈ നാവ് കൊണ്ട് തന്നെ എത്രയോ പ്രാവശ്യം നമ്മൾ വേദനാജനകമായ വാക്കുകൾ പറഞ്ഞു. പലരും പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ മുറിപ്പിച്ചു. പക്ഷെ അതിൻ്റെ നടുവിലെല്ലാം ദൈവം മാറാത്തവനായിരുന്നത് കൊണ്ടല്ലേ നാം ഇന്നും ജീവനോടിരിക്കുന്നത്. ആ കർത്താവിനോടൊന്ന് പറയാൻ കഴിയുമോ, കർത്താവേ നന്ദി, കാരണം എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങ് മാറാത്തവനായിരുന്നത് കൊണ്ട്. പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിക്കട്ടെ പ്രിയരെ, മാറില്ലെന്ന് ഉറപ്പ് തന്നവർ, മാറില്ലെന്ന് വാക്ക് തന്നവർ, ഒരിക്കലും മാറില്ലെന്ന് നീ പോലും നിൻ്റെ ഹൃദയത്തിനകത്ത് ഉറച്ചവർ, ജീവിതത്തിൻ്റെ ഒരു വേദന വന്നപ്പോൾ, ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഇവരെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തി മാറിപ്പോയില്ലേ? എന്ന് നമ്മോട് കൂടെ കാണുമെന്ന് കരുതിയവരെല്ലാം ഒരു മരുഭൂമി വെളിപ്പെട്ടപ്പോൾ, ഒരു നിന്ന വെളിപ്പെട്ടപ്പോൾ, ഒരു സാമ്പത്തിക തകർച്ച വെളിപ്പെട്ടപ്പോൾ ഇവരെല്ലാം നമ്മെ വിട്ട് മാറിപ്പോയില്ലേ? പക്ഷെ അതിൻ്റെ നടുവിലും മാറാതെ നിന്നൊരു ദൈവമില്ലേ? പലപ്പോഴും പറഞ്ഞില്ലേ, കർത്താവേ, അപ്പൻ മാറിയപ്പോഴും അമ്മ മാറിയപ്പോഴും ഈ ഭൂമിയിലെ സകലരും മാറിയപ്പോഴും എന്നെ അങ്ങ് മാറാത്തവനായതുകൊണ്ടാണ് ഈ പകൽക്കാലം ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. നിങ്ങളുടെ അനുഭവം അങ്ങനെ ആയിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ
എൻ്റെ ഹൃദയവും എൻ്റെ ജീവിതവും എൻ്റെ ഇന്നലകളിലും അങ്ങനെയായിരുന്നു. എൻ്റെ ദൈവം മാറാത്തവനായിരുന്നു. പ്രിയരെ, നമ്മളോട് വാക്ക് പറഞ്ഞ പലരും മാറി. നമ്മളെ ഓർക്കാമെന്ന് പറഞ്ഞവർ, നമുക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞവർ, നമ്മൾ ചേർത്ത് നിർത്തുമെന്ന് വിചാരിച്ചു, അവരെല്ലാം മാറിയില്ലേ? അവരെല്ലാം നമ്മെ മറന്നില്ലേ? അപ്പോൾ മാറാത്തവനായി മറക്കാത്തവനായി കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. പ്രിയരെ, മനുഷ്യൻ മറന്നു, മനുഷ്യൻ മാറി. നമ്മുടെ ജീവിതത്തിനകത്ത് സകല മനുഷ്യരും പ്രഭാതത്തിൽ സന്ദേശം കൈമാറുമ്പോൾ ഏതെങ്കിലും മനുഷ്യനിൽ ആശ്രയിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ? ഏതെങ്കിലും ഫ്രണ്ട്സിലോ ഏതെങ്കിലും കൂട്ടുകാരിലോ, നിൻ്റെ വീട്ടുകാരെക്കാൾ, നിൻ്റെ മാതാപിതാക്കളെക്കാൾ നീ ആശ്രയം തേടുന്ന, അഭയം തേടുന്ന ഏതെങ്കിലും വ്യക്തികൾ നിൻ്റെ ജീവിതത്തിനകത്തുണ്ടോ? എഴുതിയിട്ടോണം കേട്ടോ. ഇന്നൊരു പക്ഷെ അവർ നിൻ്റെ കൂടെ കണ്ടേക്കാം, നാളെ അവർ നിൻ്റെ കൂടെ കാണണമെന്നില്ല. ഇന്ന് നിൻ്റെ കൂടെ ഉണ്ടാകുന്നവരൊന്നും നാളെ കാണണമെന്നില്ല. നീ പഠിച്ച നാളുകളിൽ ഉണ്ടായവരല്ലല്ലോ ഇന്ന് നിൻ്റെ കൂടെയുള്ളവർ. ഒരേ ബെഞ്ചിൽ പഠിച്ചവരും ഒരു പൊതിയിലെ ആഹാരം ഒരുമിച്ച് ഭക്ഷിച്ചവരെല്ലാം അവരുടെ ജീവിതത്തിനകത്ത് വന്ന സാഹചര്യങ്ങൾക്കകത്തെല്ലാം അവർ മാറിപ്പോയില്ലേ? ഒരാവശ്യത്തിനൊന്ന് കോൾ ചെയ്താൽ പോലും നിൻ്റെ ആ നമ്പർ കാണുമ്പോൾ കോൾ എടുക്കാത്ത രീതിയിൽ പലരും മാറിപ്പോയില്ലേ? പക്ഷെ അതിൻ്റെ നടുവിൽ മലാഖി പറയുക, യഹോവ മാറാത്തവൻ, യഹോവ മാറാത്തവൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, മനുഷ്യരെല്ലാവരും മാറി. എത്രയോ പ്രാവശ്യം ദൈവസന്നിധിയിൽ നാം എടുത്ത തീരുമാനം മാറിപ്പോയി. ഈ സന്ദേശം കൈമാറുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, ഞാൻ എൻ്റെ ദൈവസന്നിധി വിട്ട് മാറിയിട്ടില്ല? അറിഞ്ഞ നാൾ മുതൽ എത്ര വേദന വെളിപ്പെട്ടിട്ടും ഈ ദൈവത്തെ മറന്നു പോയിട്ടില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ദൈവകൃപയിൽ നിന്ന സമയം മുതൽ എങ്ങനെയാണോ അതുപോലെയാണ് ഞാനെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ആർക്കും പറയാൻ കഴിയില്ല പ്രിയരെ. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുന്ന പലതിലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുന്നവരാണ്. എന്തിനേറെ, ചെറിയൊരു രോഗം വന്നാൽ പോലും ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവരുണ്ട്. ചെറിയൊരു തകർച്ച വന്നാൽ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവരുണ്ട്. ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് വെളിപ്പെടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ജീവിതത്തെ നോക്കി പിറുപിറുക്കുന്നവരുണ്ട്, ദൈവത്തെ മറക്കുന്നവരുണ്ട്. നന്മ ലഭിക്കുമ്പോൾ മാത്രം ദൈവത്തോട് ഓടി അടുക്കുന്നവരുണ്ട്. ചെറിയൊരു വേദന വെളിപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുണ്ട്. ആത്മാവിൽ ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തെ എത്രയോ പ്രാവശ്യം നാം മറന്നു. നമ്മുടെ പേഴ്സണൽ ലൈഫ്, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ദൈവം ഇടപെടുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം. ദാവീദ് തന്നോട് തന്നെ ദൈവത്തെ സ്തുതിക്കാൻ പറയുന്നത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അങ്ങനെ ദാവീദ് പാടുന്നത് പോലെ പ്രഭാതത്തിൽ നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, നമ്മൾ ദൈവസന്നിധി മാറിയില്ലേ? എത്രയോ പ്രാവശ്യം മാറി പറയും. ഒരു ചെറിയ നന്മയ്ക്ക് വേണ്ടി, ഒരു ചെറിയ സഹായത്തിന് വേണ്ടി അവർ പിണങ്ങുമെന്ന് കരുതി, അവരോട് നോ പറയാൻ കഴിയാത്തതുകൊണ്ട് എത്രയോ പ്രാവശ്യം ദൈവിക കൽപ്പനകളെ മാറ്റിവെച്ചു ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് മുന്നോട്ട് പോയ എത്രയോ രാത്രികൾ, എത്രയോ ജീവിതത്തിൻ്റെ പകലുകൾ നാം ദൈവസന്നിധി മറന്നുപോയില്ലേ? പ്രാർത്ഥന മറന്നു, ആരാധന മറന്നു, ദൈവസഭ മറന്നു, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ മറന്നു. സ്നാനപ്പെട്ട് ദൈവകൃപയിലുള്ള എത്രയോ പേർ ഇന്ന് ആലയം പോലും മറന്നു. അങ്ങനെ ആരെങ്കിലും എന്നെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? സ്നേഹിത, നിന്നെ ദൈവം മടക്കി വിളിക്കുക.
സുവിശേഷ വേലയ്ക്ക് നേർന്നു, സുവിശേഷ വേല ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. പക്ഷെ പഠനമൊക്കെ പൂർത്തീകരിച്ചപ്പോൾ നിൻ്റെ തീരുമാനം മാറി, ജോലിയോടുകൂടെ ആകാമെന്നായി. ജോലി വെളിപ്പെട്ടപ്പോൾ സാമ്പത്തികമായി സഹായിച്ച് ദൈവവേല ചെയ്യാമെന്ന്. സാമ്പത്തികം വെളിപ്പെട്ടപ്പോൾ ദൈവകൃപയിൽ നിന്ന് അകന്നുപോയി. എത്രയോ തീരുമാനങ്ങൾ, എത്രയോ വ്യക്തികൾ ദൈവസന്നിധിയിലെടുത്ത പ്രാർത്ഥന തീരുമാനങ്ങൾ. എല്ലാ വാച്ച് നൈറ്റ് സർവീസിനും ഡിസംബർ 31 കഴിഞ്ഞ് ജനുവരിയിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ 100 കണക്കിന് തീരുമാനങ്ങളെടുത്താണ് ഓരോ വ്യക്തികളും പോകും. ഞാൻ 2025 ഇങ്ങനെ ജീവിക്കും, ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ പോകും, ദൈവത്തിന് വേണ്ടി ഇങ്ങനെ പോകും, ദൈവത്തിൻ്റെ ഇങ്ങനെ നിൽക്കും, എന്തെല്ലാം വന്നാലും ഞാൻ ദൈവത്തെ മറക്കില്ല, ആരെല്ലാം എതിർത്താലും ദൈവത്തെ വിട്ടുപോകില്ല. പക്ഷെ നമ്മളെടുത്ത തീരുമാനങ്ങളെല്ലാം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, നമ്മളെവിടെ നിൽക്കുകയാണ്? ആ തീരുമാനത്തിൻ്റെ മുകളിൽ നാം എവിടെ നിൽക്കുകയാണ്? പക്ഷെ ഞാൻ ആത്മാവിലൊരു കാര്യം പറയാൻ പ്രിയരെ, നീ ദൈവത്തെ മറന്നപ്പോഴും നിന്നെ മറക്കാത്ത മാറാത്തൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റികളിലൊന്നാണ് അവൻ മാറാത്തവനാണ്. ഹി വിൽ നോട്ട് ചേഞ്ച്. അവന് മാറ്റമില്ലാത്തവനാണ്. അവൻ്റെ വാക്കുകൾ മാറില്ല, അവൻ്റെ പ്രവർത്തികൾ മാറില്ല. കാരണം യഹോവ മാറാത്തവൻ. നീ മാറിയതാ നിൻ്റെ ജീവിതത്തിനകത്ത് വന്ന പല പരാജയങ്ങൾക്കും കാരണം. നീ മാറിയതാ നിൻ്റെ ജീവിതത്തിനകത്ത് വന്ന വേദനകൾക്ക് കാരണം. നീ ദൈവകൃപയിൽ നിന്ന് അകന്നതാ നിൻ്റെ ജീവിതത്തിനകത്ത് വന്ന പ്രതിസന്ധികൾക്ക് കാരണം. ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ നോക്കി എൻകറേജ് ചെയ്യുക, മടങ്ങി വാ, ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക. ദൈവം ചില വ്യത്യസ്തമായ നിയോഗങ്ങൾ നിൻ്റെ മേൽ ദൈവം വെളിപ്പെടുത്തും. പ്രിയരെ, ഒന്ന് ചിന്തിച്ച, ദൈവം മാറിയോ? ഇല്ല. ദൈവം മാറിയിരുന്നെങ്കിൽ നേതോ വൃക്ഷത്തിന് വളമായി തീർന്നേ. ദൈവം നമ്മെ മറന്നുപോയിരുന്നെങ്കിൽ, നമ്മുടെ കുടുംബത്തോട് കുടുംബത്തെ ദൈവം മറന്നിരുന്നെങ്കിൽ ഇന്ന് നാം ജീവനോടെ പോലും ഇല്ലേ. നമ്മുടെ തലമുറയുടെ ഭാവിയൊക്കെ തകർന്നു പോയേനെ അല്ലേ. ദൈവം മാറാത്തവനാണ്. നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടല്ലേ പ്രിയരെ നാം ഇന്നും ജീവിക്കും. സങ്കീർത്തനക്കാരനൊരിടത്ത് പറയുന്നുണ്ട്, എൻ്റെ ദൈവം മാറാത്തവനാണ്, അവൻ്റെ ദയയാണ് എന്നെ വലിയവനാക്കി. അതേ, ദൈവം മാറാത്തവനായതുകൊണ്ടാണ് നീ ഇന്നും പല നന്മകളും അനുഭവിക്കുന്നു, പല അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നു. മലാക്കി പറയുക, യഹോവ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ ഗൃഹമേ മുടിഞ്ഞു പോകാതിരിക്കും. പകൽക്കാലം മുടിഞ്ഞു പോകാത്തത്, തകർന്നു പോകാത്തത്, നശിച്ചു പോകാത്തത് നിനക്കെതിരെ ശത്രു എഴുന്നേൽക്കാഞ്ഞിട്ടല്ല, നിന്നെ തകർക്കാൻ പദ്ധതി ഇടാഞ്ഞിട്ടല്ല. പക്ഷെ വചനം പറയുന്നു യഹോവ മാറാത്തവൻ. വിശ്വസിക്കണം കേട്ടോ, ദൈവം മാറാത്തവനാണ്. നമ്മുടെ ദൈവം മാറാത്തവനാണ്. ഏതവസ്ഥയിലും നമ്മോട് കൂടെയുള്ളവനാണ്. പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. സ്വർഗീയമല്ല കർത്താവേ, ഞങ്ങളുടെ ദൈവം മാറാത്തവനാണ്, അതുകൊണ്ടപ്പാ ഞങ്ങൾ മുടിഞ്ഞു പോകാതെ നിൽക്കുന്നത്. നിമിഷം എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ വചനം അയച്ച് ബ്ലസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ കൃപയും ഫേവറും വെളിപ്പെടട്ടെ. ഇതുവരെയും കാണാത്തൊരു ദൈവമഹത്വം വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, യഹോവ മാറാത്തവൻ, അതുകൊണ്ട് നാം മുടിഞ്ഞു പോയില്ല. വിശ്വസിക്ക്, ഈ പ്രഭാതത്തിലും നീ മുടിഞ്ഞു പോകാതിരിക്കും. ദൈവം മാറാത്തവനായി. ദൈവം മാറാത്തവനാണെങ്കിൽ ചില വാഗ്ദത്തങ്ങൾ നിൻ്റെ മേൽ വെളിപ്പെടും. പകൽക്കാലം പ്രാർത്ഥന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ പകലും ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പകൽക്കാലം ദൈവം നിങ്ങളോട് കൃത്യമായി ഇടപെട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പ്രഭാതത്തിൽ ദൈവത്തോട് പറയാൻ കഴിയുമോ,
ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ. പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് നയിച്ചാലും. ഗാഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.